തീർച്ചയായിട്ടും ശ്രീ രമേശ് പിഷാരടി വ്യക്തിപരമായി എൻ്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിന് നല്ല രീതിയിലത്തേക്കുള്ള രാഷ്ട്രീയ ബോധമുണ്ട് എന്നും നമ്മുടെ നാട്ടിലുള്ള പല എസ്റ്റാബ്ലിഷ്ഡ് രാഷ്ട്രീയക്കാരെക്കാൾ കൂടുതൽ പക്വതയോടുകൂടി പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അഭിപ്രായമെടുക്കാൻ കഴിയുന്നയാളാണ് എന്ന് വ്യക്തിപരമായിട്ട് എനിക്ക് ബോധ്യമുള്ള ഒരാൾ കൂടിയാണ് ശ്രീ പിഷാരടി. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഈ പറഞ്ഞിരിക്കുന്നത് ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് ആ കാൻഡിഡേറ്റിന് ഉണ്ടാകാവുന്ന ഒരു ഭാണ്ഡമുണ്ട്, ഒരു വിഴുപ്പിന്റെ ഒരു ഭാണ്ഡം. ആ ഭാണ്ഡം ഒരു പക്ഷേ രമേശ് പിഷാരടിക്ക് ഇല്ല എന്നുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം അദ്ദേഹത്തിനുണ്ട്. കാരണം അദ്ദേഹം മറ്റുള്ള ആൾക്കാരെ പോലെ ട്രഡീഷണൽ ആയിട്ടുള്ള കൺവെൻഷണൽ മോഡിലുള്ള ഒരു രാഷ്ട്രീയക്കാരനല്ല. പിന്നെ ആദ്യം ഉണ്ടായിരുന്ന ആ ലോഞ്ചിങ് സമയത്തുണ്ടായിരുന്ന പിഷാരടി അല്ല ഇപ്പോഴത്തെ പിഷാരടി. അദ്ദേഹത്തിന്റെ രീതികളെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെക്കുറിച്ച് ഒക്കെ തന്നെ പല രീതികളിലേക്കുള്ള രാഷ്ട്രീയ ചർച്ചകൾ തന്നെ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. രാഷ്ട്രീയമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം പ്രസക്തമാണ്, അതിൽ കൂടുതലായിട്ടുള്ള എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാധ്യമപ്രവർത്തകർ തന്നെ അദ്ദേഹത്തിനോട് ആരായുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഞാൻ കരുതുന്നത് ഈ രണ്ട് സ്ഥാനാർത്ഥിത്വത്തിനേക്കാൾ ഒരുപക്ഷെ ആ മണ്ഡലത്തിലെ ഫലം നിർണ്ണയിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിത്വം LDF-ന്റേതാണ്. LDF അവിടെ സരിൻ എന്ന് പറഞ്ഞിട്ടുള്ള കോൺഗ്രസിൽ നിന്ന് വന്നിരുന്ന ഒരു ടേൺ കോട്ടായിട്ടുള്ള ആളിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നു. അദ്ദേഹം അതിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം നടത്തുന്നു.